ഹലോ വ്യൂവേഴ്സ്, ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് ഒരുങ്ങി നടക്കാനായിട്ട് ഇഷ്ടമില്ലാത്തൊരു കുറവായിരിക്കും അല്ലേ? ലിപ്സ്റ്റിക് ഇടുമ്പോൾ ഒരു പ്രത്യേകതരം കോൺഫിഡൻസ് വരുമല്ലോ. ഇന്ന് മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു 4-5 ലിപ്സ്റ്റിക്ക് പരിചയപ്പെടുത്തി തരാമേ. ഫസ്റ്റ് വൺ മാൾസിൻ്റെ ഈ ലിപ് ക്രയോൺ ആണ്. ഫസ്റ്റ് ഷെയ്ഡ് വരുന്ന ഈ ഗേൾ പവർ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺസിന് അത്യാവശ്യം നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. സെക്കൻഡ് വൺ മാൾസിൻ്റെ തന്നെ ബെറി ബ്രേവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. അതും ഡീപ്പർ സ്കിൻ ടോണിന്, മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോണിന് നല്ല സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇത് ലിപ് ക്രയോൺ ആണ്. ഇപ്പോൾ കാണിച്ച രണ്ടെണ്ണമേ മാറ്റ് ഫിനിഷ് ആണ് വരുന്നത്. നമുക്ക് ഈസിയാണ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടുതൽ തന്നെ നമുക്കൊരു കട്ടറും കിട്ടും. ഈസിയാണ്, നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പാക്കേജിങ്ങിലൊക്കെയാണ് വരുന്നത്. മാറ്റ് ഫിനിഷ് ആണ് ഈ പറഞ്ഞ പോലെ. ക്രയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വളരെ ഈസിയാണ്. തേർഡ് വൺ വരുന്നത് മാൾസിൻ്റെ ഈ ഖൂബ്സൂരത് കുച്ചിപ്പിടി എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ്. ഇതും ഒരു സിമിലർ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് വരുന്നത്. അതിനകത്ത് നമുക്ക് മാറ്റ് ഫിനിഷ് തന്നെയാണ് വരുന്നത്. ഇതും ഈസിയാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി. അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒരു ക്രീമി ഫിനിഷാണ് ഇതിന് വരുന്നത്. ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ഒരു മാറ്റ് ഫിനിഷ് ആവുകയാണ് ചെയ്യുന്നത്. അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആണെന്ന് വെച്ച് ഒരുപാട് നമുക്കൊരു 3 to 4 hours ഒക്കെ ലാസ്റ്റ് ചെയ്യുന്നൊരു ലിപ്സ്റ്റിക്കാണ് മാൾസിൻ്റെ ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക്. ഇതെല്ലാം നമുക്ക് ഫ്ലിപ്കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ, അല്ലെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്. ഇത് മാമ എർത്തിൻ്റെ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ് വരുന്നത്. മോച്ച ബ്രൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഇതും നമുക്കൊരു പീച്ച് ഷെയ്ഡാണ് വരുന്നത്. ഇത് ചില സ്കിൻ ടോൺസിന് അത്യാവശ്യം സ്യൂട്ടബിൾ ആവും. ചിലർക്ക് ഇതൊരു ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സ്യൂട്ടബിൾ ആവും. ഞാൻ ഈ രണ്ട് രീതിയിലും ട്രൈ ചെയ്യാറുണ്ട്. ഇന്നിവിടെ കാണിക്കുന്നത് ഞാൻ ലിപ്പ് ലൈനർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഈ ലിപ്സ്റ്റിക്കിൻ്റെ അതേ ഷെയ്ഡാണ് കാണിക്കുന്നത്. ഇതും നമുക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ഒന്നും അല്ല, ഒരു 3 to 4 hours വരെയൊക്കെ ലാസ്റ്റ് ചെയ്യും. ഇതൊരു ക്രീമി ആണോയെന്ന് ചോദിച്ചാൽ ഫുൾ ക്രീമി ആയിട്ടുള്ള ഒരു ക്രീമി മാറ്റ് ഫിനിഷ് വരുന്നൊരു ലിപ്സ്റ്റിക്കാണ്. അടുത്തത് ഫേസസ് കാനഡയുടെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇത് മാറ്റ് ഫിനിഷ് വരുന്ന ഒരു ബ്രൗൺ ഷെയ്ഡിലുള്ള ലിപ് ഷെയ്ഡാണ് വരുന്നത്. ഇത് അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്സ്റ്റിക്കാണ്. മീഡിയം ടു ഡീപ്പർ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ബ്രൗൺ ലിപ്സ്റ്റിക്കാണ്. പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് ഓഫീസിലൊക്കെ പോകുമ്പോഴത്തേനും വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്നും ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്യത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് മോർണിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഈവനിങ് വരെയൊക്കെ എന്തായാലും ലാസ്റ്റ് ചെയ്യുന്നതാണ്. ഈവൻ നമ്മൾ വാഷ് ചെയ്താലും ചെറിയൊരു ടിൻറ്റ് നമ്മുടെ ലിപ്പിലുണ്ടായിരിക്കുമേ. അപ്പോൾ നല്ലൊരു ലിപ് ബാമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു അടിപൊളി ഷെയ്ഡാണ്. അടുത്തത് പിൽഗ്രിമിൻ്റെ ഈ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതും ഒരു മാറ്റ് ഫിനിഷാണ്. ഇതൊരു പിങ്ക് ആൻഡ് ഒരു ബ്രൗൺ മിക്സ് വരുന്നൊരു ഷെയ്ഡാണ്. ഇത് നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്. അതായത് ഈവൻ വാഷ് ചെയ്താൽ പോലും പോവാനായിട്ട് കുറച്ച് പാടാണ്. അത്രയ്ക്കും വാട്ടർ പ്രൂഫ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അത്രയും ലാസ്റ്റ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. പിന്നെ കുറച്ചൊരു ഡ്രൈയിങ് ആണ്. അത് നമുക്ക് ഇടുന്ന സമയത്തല്ല, പിന്നീട് കുറച്ച് ഡ്രൈ ആവാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്